തമിഴ്നാട് ഗൂഡല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ന്യൂ ഹോപ്പ് എസ്റ്റേറ്റിലെ തൊഴിലാളി മണി ആണ് മരിച്ചത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. നിഖിൽ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് അവിടെ സംഭവിച്ചത്? നിഖിൽ. വിജയകുമാർ, ഇന്ന് രാവിലെയാണ് ഈ ഏലം എസ്റ്റേറ്റിലെ ജീവനക്കാരനായിട്ടുള്ള മണി ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്തു പോരവേ ഇയാളുടെ പുറകിലേക്ക് ഒരു കാട്ടാന പാഞ്ഞെടുക്കുകയും ഈ മണിയെ എടുത്ത് ദൂരേക്ക് എറിയുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് മണിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അതിദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് സംഭവിച്ചിട്ടുള്ളത്. മേഖലയിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 6 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ ഈ മണിയുടെ മൃതദേഹം ഗൂഡല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റാൻ ഒരുങ്ങവേ അതിന് അനുവദിക്കാത്ത മൃതദേഹവുമായി ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് പ്രദേശവാസികൾ. വന്യമൃഗ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നത്. ഈ മണിയെന്ന് പറയുന്നത് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവിടെ താമസിച്ച് ജോലി ചെയ്ത് പോരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല നന്നായി അറിയാവുന്ന ആൾ കൂടിയാണ്. മണിക്ക് പോലും ഈ കാട്ടാനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്. അത്രമേൽ കാട്ടാനയുടെ ആക്രമണം അവിടെ രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ ഈ ജനവാസ മേഖലകളിലേക്ക് എത്തുകയും ആളുകളെ, അവിടെ താമസിക്കുന്ന ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് മണി എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദം. ഈ പശ്ചാത്തലത്താണ് വനംവകുപ്പിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അവിടെ ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. മണി 62 വയസ്സാണ്. മണിയുടെ ബന്ധുക്കളടക്കം മണിക്കൊപ്പം ഈ സമയത്ത് ഉണ്ടായിരുന്നു. അവരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ദൃക്സാക്ഷികൾ പറയുന്ന കാര്യം. വിജയകുമാർ. യെസ്, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ തുടർച്ചയായി വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയായി മാറുകയാണ്. ഇന്ന് അവിടെ ഒരു തൊഴിലാളിയാണ് മരിച്ചത്. ന്യൂ ഹോപ്പ് എസ്റ്റേറ്റിലെ മണി എന്ന 63 വയസ്സുള്ള തൊഴിലാളിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.